ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വരികയാണ്. പത്മകുമാറിന് സസ്പെൻഷൻ എന്നുള്ളതാണ്. അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണോ ഷിജോ പുതിയ വിവരം? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പത്മകുമാറിനെതിരെ കടുത്ത നടപടിയില്ല, സസ്പെൻഷൻ മാത്രമാണ്. പത്മകുമാറിനെ സസ്പെൻഷനിൽ ഒതുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നേതാക്കളൊക്കെ ഇവിടെ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കേസിൽ 103 ദിവസം ജയിലിൽ കിടന്ന പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ സമയത്ത് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളൊരു ആവശ്യം പൊതുവായിട്ട് ഉയർന്നു വന്നതാണ്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന ആ ആവശ്യം ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ട നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. അപ്രകാരം പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എത്ര നാളത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടില്ല, ജില്ലാ നേതൃത്വം എത്തിയിട്ടില്ല. എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അല്പസമയത്തിനകം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സാധാരണ നിലയിൽ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് 11 മാസത്തേക്കാണ് സസ്പെൻഷൻ നടപടികൾ നടക്കുക. പക്ഷേ ഇവിടെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ 11 മാസം എന്നുള്ളൊരു കാലയളവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയപരിധി വെച്ചിട്ടില്ല. സമയപരിധി ഇല്ലാതെയാണ് പത്മകുമാറിനെ നിലവിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിലയിൽ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും എന്നുള്ള വിവരമൊക്കെ വളരെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി പോകുമ്പോൾ പത്മകുമാറിനെതിരെ കടുത്ത നടപടി വേണ്ട, സസ്പെൻഷനിൽ ഒതുക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയാൽ സ്വാഭാവികമായിട്ടും വീണ്ടും അംഗത്വം എടുക്കണമെങ്കിൽ ദീർഘനാൾ കാത്തിരിക്കണം. അത് മാത്രമല്ല, പിന്നീട് ബാക്കിയുള്ള എല്ലാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചു വേണം പത്മകുമാർ വീണ്ടും പാർട്ടിയുടെ അംഗത്തിലേക്ക് വരാനായിട്ട്. പക്ഷേ സസ്പെൻഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത കാലയളവുണ്ട്. പക്ഷേ ഇവിടെ ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ സാധാരണ 11 മാസം എന്നുള്ള ഒരു കാലയളവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയപരിധി ഇവിടെ വെക്കാതെ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം വരുന്നു. പത്മകുമാറിന് പാർട്ടി വഴങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം സാധാരണ നിലയിൽ പത്മകുമാർ തന്റെ ആത്മകഥ എഴുതുമ്പോൾ പാർട്ടിക്കെതിരായിട്ട് പല കാര്യങ്ങളും, ശബരിമല യുവതീ പ്രവേശനം, മറ്റു പല കാര്യങ്ങളും, ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ കടുത്ത നടപടി വേണം, അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അഭിപ്രായം വരുമ്പോഴും എന്തുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇത്തരത്തിലേക്കൊരു മൃദുവായ നടപടി? അനുജായ, കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന് ജില്ലാ കമ്മിറ്റിയോടല്ല, ജില്ലാ കമ്മിറ്റിയോട് ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വമായിട്ട് ജില്ലാ കമ്മിറ്റി അംഗം തോമസ് ഐസക് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞതാണ്. പക്ഷേ കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പത്മകുമാർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തുറന്നുപറച്ചിൽ നടത്തിയാൽ അത് വലിയ തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമായിരിക്കും. ജില്ലയിലടക്കം വലിയ പ്രതിസന്ധി ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ പത്മകുമാറിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള പ്രവർത്തകരുടെ തീരുമാനത്തെ ഉൾക്കൊള്ളാതെ പത്മകുമാറിന് വഴങ്ങുന്ന ഒരു ജില്ലാ കമ്മിറ്റി നേതൃത്വമാണ് നമ്മളിവിടെ കാണുന്നത്. പത്മകുമാർ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഈ പറയുന്ന തന്നെയും ഇവിടെ ADGP എസ് ശ്രീജിത്തിനെയും തലസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അത് ഫോൺ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ദേവസ്വം ബോർഡ് വാഹനത്തിലാണ് പോയത്. അത് ലോഗ് ബുക്ക് നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെയുള്ള തുറന്നുപറച്ചിലൊക്കെ നടത്തിയിരുന്നു. യുവതീ പ്രവേശനത്തിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങൾ, റാന്നിയിലെ പെരുന്നാട്ടിൽ നിന്ന് ചില സ്ത്രീകളെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റാനായിട്ട് ചില ശ്രമം നടത്തിയിരുന്നു. ഒരു എംഎൽഎയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. അപ്പോൾ ശബരിമല മേൽശാന്തി നിയമനത്തിലടക്കം തന്റെ ചില ആളുകളെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പത്മകുമാർ ഒരു മന്ത്രി കത്ത് നൽകിയെന്ന് പറഞ്ഞിരുന്നു. അതേത് മന്ത്രിയാണെന്ന് താൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ നടപടിയിലേക്ക് പോയാൽ ഇതെല്ലാം തുറന്നു പറയും. ആ കത്തടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്റെ ആത്മകഥയിൽ ഉൾപ്പെടുത്തും എന്ന് പത്മകുമാർ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതായിരിക്കും. അങ്ങനെ പാർട്ടി പ്രതിസന്ധിയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം ഇപ്പോഴില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാതെ സസ്പെൻഷൻ എന്ന് പറയുന്ന ചെറിയൊരു നടപടിയിൽ മാത്രം ഒതുക്കിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലയളവ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വലിയ തരത്തിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങൾ ഉയർന്നു വന്നാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ പോലും പത്മകുമാറിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ കഴിയാതെ ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. വലിയ വിവാദ വിഷയങ്ങൾ ഉണ്ടായിട്ടും പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിട്ട് പോലും ഇപ്പോഴും കടുത്ത നടപടിയിലേക്ക് പോകാതെ സസ്പെൻഷനിൽ ഒതുക്കുന്ന ഒരു തലോടലിൽ ഒതുക്കുന്ന ഒരു സമീപനം ജില്ലാ കമ്മിറ്റി സ്വീകരിക്കുന്നു. സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ട് എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും ജില്ലാ കമ്മിറ്റിക്ക് വിട്ടപ്പോഴാണ് ജില്ലാ കമ്മിറ്റി ഇവിടെ പത്മകുമാറിനെ തള്ളാതെ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പുറത്തേക്ക് വരും. രാജു അബ്രഹാമിന്റെ എന്താണ് ഔദ്യോഗിക വിശദീകരണമെന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.